ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിൻ്റെ 14-ാം ദിവസത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഇന്നത്തെ ചിന്താവിഷയം വേദനയിൽ വാടരുത് എന്നുള്ളതാണ്. വാടിപ്പോയതും കരിഞ്ഞുപോയതുമായ ജീവിതങ്ങളെ പച്ചയായ പുൽപ്പുറത്തേക്ക് നടത്തി പുഷ്ടി നൽകുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വേദനകളും രോഗങ്ങളും വരുന്നത് എന്ന വിവാദമായ ചോദ്യം പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ആരോഗ്യത്തെപ്പറ്റിയും ജീവിത സുഖങ്ങളെപ്പറ്റിയും ഓർക്കുന്നതിനോടൊപ്പം ക്യാൻസർ രോഗികൾ, അത്യാസന്ന നിലയിലായിരിക്കുന്നവർ, ശസ്ത്രക്രിയയ്ക്കായി ഒരുങ്ങുന്നവർ, മരണത്തോട് മല്ലടിക്കുന്നവർ എന്നിവരെ കൂടി ഓർത്താൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന ആരോഗ്യം ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വേദന ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ വേദനയെ ഒഴിവാക്കാൻ കഴിയുകയില്ല. വേദന 2 തരത്തിലുണ്ട്: മാനസിക വേദനയും ശാരീരിക വേദനയും. ഇതിൽ മാനസിക വേദനയാണ് കഠിനം. അബ്രഹാമിൻ്റെ ഭാര്യ സാറയുടെ ദാസി ഹാഗർ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ സാറ അവളോട് നിന്ദയോടെ കാണുകയും അവളോട് ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്നു. സഹികെട്ട ഹാഗർ തൻ്റെ യജമാനത്തെ വിട്ട് ശൂർ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. കർത്താവിൻ്റെ ദൂതൻ അവളെ പിന്തുടർന്ന് ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് കണ്ടുമുട്ടി. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ തിരിച്ച് യജമാനത്തിൻ്റെ അടുത്തേക്ക് പോയി അവൾക്ക് കീഴ്പ്പെടുക എന്ന്. ഹാഗർ ഒരു പ്രതീകമാണ്. വേദന അനുഭവിക്കുന്നവരുടെയും തിരസ്കരിക്കപ്പെടുന്നവരുടെയും എല്ലാം ഉപേക്ഷിക്കപ്പെടുന്നവരുടെയും പ്രതീകം. കഷ്ടതകളെ സുഹൃത്തുക്കളാക്കിയാൽ അതിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനാകും. കഷ്ടത ശോധന ചെയ്യാനുള്ള ഒരു അവസരമാണ്. കഷ്ടതകളും പ്രയാസങ്ങളും ദൈവം തരുന്നത് നമ്മുടെ അഹങ്കാരത്തെ നശിപ്പിക്കാനാണ്. ചെറിയ ജീവിതഭാരങ്ങൾ ചുമക്കേണ്ടി വരുമ്പോൾ പിറുപിറുക്കുന്നവരാണ് നാം ഓരോരുത്തരും. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ സ്വയം ഏറ്റെടുക്കാതെ മറ്റുള്ളവരുടെ തലയിലും ദൈവത്തിലും കെട്ടിവയ്ക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുന്നു. എന്നാൽ വിജയത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ തൻ്റേതെന്ന് നടിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതലും വേദന അനുഭവിച്ച് മരിച്ചത് ക്രിസ്തുവായിരുന്നു. ക്രിസ്തു ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല. ഡോക്ടർ ശസ്ത്രക്രിയയിലൂടെ രോഗിയെ മുറിക്കുന്നു, അത് പരിക്കേൽപ്പിക്കുന്നില്ല, സൗഖ്യമാക്കേണ്ട മുഖാന്തരമാണ്. രോഗങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളായി മാറുന്നത് അവയെ നിഷേധാത്മകമായി കാണുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ ഭാരം ദൈവവുമായി പങ്കുവയ്ക്കുകയാണ് ആവശ്യം. നമ്മെ മുഴുവനായി ദൈവത്തിൽ ഏൽപ്പിക്കുകയും പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.